Hi friends, welcome back. Roshan's World and another episode. I am going to interior modify the Ambassador Grand. This is a 2010 model Ambassador Grand. Full option. Kottayam Ambassador Owners Club Kottayam AMBROCZ admin Kannan Gopalakrishnan Ambassador car interior work in this video. നമ്മുടെ അംബാസഡർ ഗ്രാൻഡിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ ഇന്റീരിയർ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ മെറ്റീരിയൽസും മറ്റുമൊക്കെ വാങ്ങിയത് കോട്ടയത്തുള്ള ഒരു ലക്ഷ്മി സ്റ്റോർസിൽ നിന്നാണ്. നേരെ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്, എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കാം. കോട്ടയത്തെ ഫയർ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലക്ഷ്മി ഫർണിഷിംഗ് എന്ന സ്ഥാപനം. ഇവിടെ നമുക്ക് ഇന്റീരിയർ വർക്കിനും അതുപോലെ തന്നെ ഫർണിഷിങ്ങിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ലെതർ, PU ലെതർ, വിവിധ തരം മെറ്റീരിയൽ എല്ലാം തന്നെ വളരെ അഫോർഡബിൾ റേറ്റിൽ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അംബാസഡറിൻ്റെ ഇന്റീരിയർ വർക്കിന് വേണ്ടി മെറ്റീരിയൽ നമ്മൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ അംബാസഡർ ഗ്രാൻഡിൻ്റെ ഇന്റീരിയർ വർക്കിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡ്യുവൽ കളർ പാറ്റേൺ ആണ്. പെട്ടെന്ന് ചെളിയാകാൻ സാധ്യതയുള്ള ഏരിയയിലൊക്കെ ഒരു ബ്ലാക്കും അല്ലാത്ത ഏരിയയിൽ ഒരു ടാൻ കളറുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെയൊക്കെ കോസ്റ്റും മറ്റ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. തീർത്തും പ്ലെയിൻ അല്ലാതെ കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ വരുന്നതുകൊണ്ട് ടാൻ കളർ നമ്മൾ 14 മീറ്റേഴ്സാണ് വാങ്ങിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ 5 മീറ്റേഴ്സാണ് വാങ്ങിയിരിക്കുന്നത്. ഇതുകൂടാതെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ത്രെഡ് വേണം. പിന്നെ നമ്മൾ അംബാസഡറിൻ്റെ ടോപ്പിൽ നമ്മൾ ബ്ലാക്ക് കളറിൻ്റെ വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ കനം കുറഞ്ഞിട്ടുള്ള തെർമോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മുകളിൽ നിന്നുള്ള ആ ഒരു ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇതുകൂടാതെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കോറ ക്ലോത്ത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസൈൻ വർക്കിനും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ സീറ്റിൻ്റെ ആ ഒരു കുഷനിങ് ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസിങ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആർഷീറ്റുമാണ്. പിന്നീട് നമ്മൾ ഇൻറ്റീരിയർ വർക്കിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂ വാങ്ങിയിരിക്കുന്നത് ഫെവിക്കോളിൻ്റെ SR998 എന്ന് പറഞ്ഞിട്ടുള്ള അല്പം പ്രൈസും ക്വാളിറ്റിയും കൂടിയിട്ടുള്ള ഒരു ഗ്ലൂ ആണ്. അപ്പോൾ ഫുൾ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞ് നമ്മുടെ അംബാസഡർ ഗ്രാൻഡ് ഇങ്ങനെ കുട്ടപ്പനായി കിടപ്പുണ്ട്. നമുക്കപ്പം ഫ്രണ്ട് സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ ഫ്രണ്ട് സീറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ ഈ ഒരു സീറ്റിൻ്റെ അതേ കളറ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റീപെയിൻറ്റ് ചെയ്തതാണ്. സീറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായി ചെയ്തിരിക്കുന്നത് തൈ സപ്പോർട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് ഫോം കൂടുതലായി കൊടുത്തുകൊണ്ട് തൈ സപ്പോർട്ട് കുറേ കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വിങ്സും ഒക്കെ കൂടുതലായിട്ട് ഒരു ഫോം കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ഹഗ് ചെയ്യുന്ന ഫീല്, നല്ലൊരു ബക്കറ്റ് സീറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ വന്നിരിക്കുന്ന ഡിസൈനിലൊക്കെ അഡീഷണൽ ഫോം കൊടുത്തുകൊണ്ട് ഒരു കുഷനിങ് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഒരു കംഫർട്ടാണ്. നമുക്ക് ദീർഘദൂരം യാത്ര ചെയ്യുന്നതിനൊക്കെ വളരെ സുഖകരമായിരിക്കും. ഇൻറ്റീരിയർ വർക്ക് ചെയ്തപ്പോൾ സെൻട്രൽ കൺസോളിലും അതേപോലെ തന്നെ ഗിയർ നോബിലും എല്ലാം തന്നെ നമ്മൾ ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ലക്ഷറിയസ് ഫീൽ തന്നെയാണ് നമുക്ക് ഈ അംബാസഡറിൽ കിട്ടുക. ഇതൊരു അംബാസഡർ ഗ്രാൻഡ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സോ 4 വിൻഡോയും പവർ വിൻഡോയാണ്. അതേപോലെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, എയർ കണ്ടീഷൻ വരുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ നമ്മളിതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീരിയോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റീരിയോ ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴുള്ള ഏതൊരു വാഹനത്തോടും കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സും ഡിസൈനും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ അംബാസഡർ ഗ്രാൻഡ് ഒരു വൈറ്റ് കളർ വണ്ടിയാണ്. എന്നിരുന്നാലും നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ടാൻ കളറിൻ്റെ ഒരു കോമ്പിനേഷനിലാണ്. വളരെ അട്രാക്റ്റീവാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു കളറിൻ്റെ അപ്പിയറൻസ് വരുന്നത്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഒരു ഡിസൈൻ നോക്കാം. 2 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സും വരുന്നുണ്ട്. ഇത് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന സ്പീക്കറും ട്യൂട്ടറുമാണ്. അതുകൂടാതെ സെൻട്രലായിട്ട് ഒരു നല്ല ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡ്യുവൽ കളർ ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ സെൻട്രലുള്ള ആ ഒരു ഡിസൈൻ പാറ്റേണിൻ്റെ 2 സൈഡിൽ നിന്നും അകത്തുനിന്ന് വരുന്ന രീതിയിൽ ഗ്രീൻ കളർ LED ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഇൻറ്റീരിയറിനെ നന്നായി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ധാരാളം ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 4 ഡോറിലും സ്റ്റോപ്പ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അംബാസഡറിൻ്റെ ബാക്ക് സീറ്റുകളുടെ പ്രത്യേകത ആരോടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരു വണ്ടിയിൽ നല്ല ഒരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് ബാക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തള്ളിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല ലെഗ് റൂം കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്, ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ, അതായത് ലെതർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വർക്കുകൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി വന്നത് ഏകദേശം ഒരു 2 weeks ടൈമാണ്. അതിന് അപ്രോക്സിമേറ്റ് കോസ്റ്റ് വന്നിരിക്കുന്നത്, അതായത് സ്റ്റിച്ചിങ്ങിനും അതുപോലെ മെറ്റീരിയൽ കോസ്റ്റും എല്ലാം വന്നിരിക്കുന്നത് 25,000 സീറ്റിലും മറ്റുമുള്ള ലെതറിൻ്റെ വർക്കുകൾ കൂടാതെ നമ്മളിത് ചെയ്തിരിക്കുന്നത് പെയിൻറ്റിങ്ങും ഡീറ്റെയിലിങ്ങും പോളിഷിങ്ങും ഒക്കെയാണ്. അത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള ജയൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുകളാണ്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മിറർ, അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ വർക്ക്, കുറച്ച് ലൈറ്റിംഗ് എഫക്ട്സ്, ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത് ഏറ്റുമാനൂരുള്ള ശ്രീകുമാർ ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനങ്ങളുടെ അപ്ഹോൾസ്റ്ററി വർക്കിലെല്ലാം തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കോയാസിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള വർക്കി ചേട്ടനാണ് നമുക്ക് ഈ അംബാസഡർ ഗ്രാൻഡിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തു തന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ വണ്ടികളുടെ അപ്ഹോൾസ്റ്ററി വർക്കിലേക്കൊക്കെ വന്നിട്ട് എത്ര നാളായിട്ടുണ്ട്? അത് 25 വർഷമായി. കോയാസിൽ 10 വർഷം ജോലിയായിരുന്നു. അച്ഛനും അവിടെയാണ് ജോലി. റിട്ടയർഡ് ആയപ്പോൾ ഞാൻ ജോലിക്ക് ഇരിക്കുകയായിരുന്നു അവിടെ. കോയാസിൽ 10 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായിട്ടുള്ളൂ. എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്നാണ് ചെയ്യണേ. സ്ഥലത്തിൻ്റെ പേര് അയ്മനത്തുപുഴയാണ്. അയ്മനത്തുപുഴ അവിടെ ഇട്ടാൽ നമ്മൾ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യണത്.